നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശങ്ങളെയും എങ്ങനെയാണ് ഫാസിസ്റ്റ് ശക്തികൾ കായികമായി നേരിടുന്നത് എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാജ്യത്ത് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി തകർത്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ജയ്പൂരിൽ നടന്ന ഒരു സമാധാനപരമായ പ്രതിഷേധത്തിനിടയിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകനും സാമൂഹിക പ്രവർത്തകനുമായ അഭിജിത്ത് ദിപ്കയ്ക്ക് നേരെ ഒരു സംഘി ഗുണ്ട ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആക്രമണം മാത്രം കൈമുതലായുള്ള ആദർശമില്ലാത്ത ഒരു കൂട്ടം ഗുണ്ടകളെയാണ് കഴിഞ്ഞ 12 വർഷത്തെ ഭരണം കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ വളർത്തിയെടുത്തിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുഹൃത്തുക്കളെ, ആദ്യം നമുക്ക് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ദിപ്കയെ അദ്ദേഹത്തിന്റെ അനുയായികൾ തോളിലേറ്റിക്കൊണ്ട് പ്രതിഷേധ സ്ഥലത്തേക്ക് കടന്നു വരുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ജനക്കൂട്ടത്തിനിടയിൽ ഒളിച്ചു നിന്ന ഒരു സംഘി ഗുണ്ട പെട്ടെന്ന് ദിപ്കയുടെ നേരെ വരികയും അദ്ദേഹത്തിന്റെ മുഖത്ത് 3-4 തവണ ക്രൂരമായി അടിക്കുകയുമാണ് ചെയ്തത്. ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. Abhijit Dipke, the founder of the Cockroach Janata Party, being slapped 3-4 times and being slapped very hard. We're going to show you that video that was caught on Peak TV's camera. കണ്ടില്ലേ, ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ BJPക്ക് ഗുണ്ടകളെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ വന്ന ഒരാളെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ഭീരു പിന്നിൽ നിന്ന് വന്ന് ആക്രമിച്ചത്. ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മറ്റൊരു ആംഗിളിൽ നിന്ന് നമുക്ക് കാണാം. ഇനി ഇതിന്റെ മറ്റൊരു ദൃശ്യം കൂടി കണ്ടുകൊള്ളൂ. മൂന്ന് പേരാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഒരുത്തനാണ് മുൻപിൽ കയറി വന്ന് ദിപ്കയെ അടിക്കുന്നത്. എന്നാൽ കളി അവിടെ തീർന്നില്ല. തങ്ങളുടെ നേതാവിനെ ഒരു ഗുണ്ട വന്ന് തല്ലുന്നത് കണ്ട് അവിടെയുണ്ടായിരുന്ന പ്രതിഷേധക്കാർ ചുമ്മാതിരുന്നില്ല. അവർ ആ ആക്രമിയെ വളഞ്ഞിട്ട് പിടികൂടുകയും നല്ല രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്തു. ജനങ്ങളുടെ അമർഷം എന്താണെന്ന് ആ ഗുണ്ട അറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ആക്രമിയെ ജനക്കൂട്ടം കൈകാര്യം ചെയ്യുന്ന ആ വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥ ഗാന്ധിയൻ രാഷ്ട്രീയവും ഗോഡ്സെ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആ സംഘി ഗുണ്ടയിൽ നിന്ന് ദിപ്കയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റിട്ടും പ്രതിഷേധക്കാർ ആക്രമിയെ തല്ലുന്നത് കണ്ടപ്പോൾ ദിപ്കെ അതിനെ തടയുകയാണ് ചെയ്തത്. തന്നെ തല്ലിയവനെ പോലും ഉപദ്രവിക്കരുത് എന്ന് മൈക്കിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം. ആ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ കാണാം. अभी मुझ पर हाथ उठाया है, उसको छोड़ दो, उसको मारो मत, ये मेरी रिक्वेस्ट है। इन लोगों पर हमला करने दो, हम अपनी तरफ से हाथ नहीं उठाएंगे, हमें हाथ नहीं उठाना है। तो जो भी इंसान उसे जाने दो, उसे छोड़ दो, उसे कोई हाथ नहीं लगाएगा, हमें हाथ नहीं उठाना है। इसने मुझे मारा है, मैं और 10 बार मार खा लूंगा, लेकिन हमारी तरफ से अपने हाथ नहीं उठाएगा। जितने भी साथी है, शांति बनाए रखिए। हमें किसी पर भी हमला नहीं करना है। हम हमसे लेंगे, लेकिन हम किसी पर हाथ नहीं उठाएंगे। അദ്ദേഹം പറയുന്നത് ഇതാണ്: എന്റെ നേരെ കയ്യേറ്റം നടത്തിയ ആ വ്യക്തിയെ നിങ്ങൾ വെറുതെ വിടൂ, അവനെ ഉപദ്രവിക്കരുത്. ഇത് എൻ്റെ അഭ്യർത്ഥനയാണ്. ഇത്തരം ആളുകൾ നമ്മുടെ നേരെ ആക്രമണം നടത്തട്ടെ.
നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ആർക്കെതിരെയും കൈ ഉയർത്താൻ പാടില്ല. നമ്മൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരാണ്. ആ ആക്രമിയെ പോകാൻ അനുവദിക്കൂ. ആരും അവന്റെ മേൽ കൈവെക്കരുത്. അവൻ എന്നെ ഒരിക്കൽ തല്ലി, വേണമെങ്കിൽ ഞാൻ ഇനിയും 10 തല്ലുകൊള്ളാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകരുത്. സമാധാനം നിലനിർത്തുക. എന്തൊരു മഹത്തായ നിലപാടാണത്. ആക്രമ രാഷ്ട്രീയം നയിക്കുന്ന BJP ഗുണ്ടകൾക്ക് മുന്നിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും സമാധാന മാർഗമാണ് തങ്ങളുടേതെന്ന് ദിപ്കെ തെളിയിച്ചിരിക്കുകയാണ്. അതേസമയം ജനങ്ങളിൽ നിന്ന് നല്ല പെരുമാറ്റം കിട്ടിയതിനു ശേഷം പോലീസിന്റെ സംരക്ഷണയിൽ നിന്നുകൊണ്ട് ആ അക്രമി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടിയുണ്ട്. നാണമില്ലാത്ത നട്ടല്ലില്ലാത്ത ആ ഗുണ്ട പറയുന്നത് എന്താണെന്ന് കൂടി നമ്മൾ കേൾക്കണം. ആ വീഡിയോ ഇതാ കണ്ടുകൊള്ളൂ. क्यों मारा आप कर रहे हैं? किसने क्यों मारा आपने? ये मच्छर जिहादी मानसिकता के लोग, कौन? ये अभिजीत जो आया है, हाँ? ये बिना फालतू में देश में को बुला रहा है तो बरगला रहा है। कोई पेपर लीक के पीछे इनका बहाना है, पेपर लीक तो उनके पास बहाना है। मैं जयपुर से हूँ, मैं राष्ट्रवादी हूँ, किसी पार्टी से कोई मैं, तू इधर आना मच्छर, अभी बताऊँ तेरे को मैं क्या हूँ, राष्ट्रवादी हूँ मैं। അവൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ജയ്പൂരിൽ നിന്നുള്ളവനാണ്, ഞാനൊരു തികഞ്ഞ ദേശീയവാദിയാണ്, ഇവിടെ യാതൊരു പരീക്ഷാ പേപ്പറും ചോർന്നിട്ടില്ല, ഈ പ്രതിഷേധിക്കുന്നവരൊക്കെ ജിഹാദികളാണ്. ഈ അഭിജിത്ത് ദിപ്കെ എന്നവൻ വന്ന് നാട്ടുകാരെ വെറുതെ വഴിതെറ്റിക്കുകയാണ്. എങ്ങനെയുണ്ട് യുവന്മാരുടെ ദേശീയവാദം? രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത പേപ്പർ ചോർച്ചയെ ന്യായീകരിക്കുന്നതാണോ യുവന്മാരുടെ രാഷ്ട്രസ്നേഹം? സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന യുവാക്കളെ ജിഹാദികൾ എന്ന് വിളിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇതാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട് മോദി ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത വിഷലിപ്തമായ സംസ്കാരം. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കുക, എന്നിട്ട് അവരെ ജിഹാദികളാക്കുക. സുഹൃത്തുക്കളെ, ഈ സംഭവത്തിന് ശേഷം അവിടെ എത്തിയ പോലീസ് ആ ആക്രമിയെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. എന്നാൽ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ തങ്ങളുടെ പോക്കറ്റിലാക്കിയ BJP പിന്നീട് എന്താണ് ചെയ്തത് എന്ന് അറിയാമോ? ഈ ഗുണ്ടയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു BJP MLA നേരിട്ടാണ് അവിടേക്ക് പാഞ്ഞെത്തിയത്. ഈ ആക്രമിയെ സുരക്ഷിതമായി പുറത്തിറക്കാൻ ഭരണകൂടത്തിന്റെ എല്ലാ സ്വാധീനവും അവർ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പോലീസ് ഇയാൾക്കെതിരെ യാതൊരുവിധ ശക്തമായ വകുപ്പുകളും ചുമത്തിയിട്ടില്ല. സാധാരണക്കാരൻ ഒരു ചെറിയ പ്രതിഷേധം നടത്തിയാൽ പോലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന ഇവിടുത്തെ പോലീസ് പകൽ വെളിച്ചത്തിൽ ഒരാളെ ക്രൂരമായി മർദ്ദിച്ച ഈ സംഘി ഗുണ്ടയ്ക്കെതിരെ ഒരു ഗൗരവമുള്ള നടപടിയും എടുക്കാൻ തയ്യാറായിട്ടില്ല. അധികാരത്തിന്റെ തണലുള്ളതുകൊണ്ട് ഇയാൾക്കെതിരെ ഇനി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. സ്വന്തം പാർട്ടിയിലെ ആക്രമികളെ സംരക്ഷിക്കാൻ ജനപ്രതിനിധികൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന ഈ ലജ്ജാകരമായ കാഴ്ചയാണ് ഇന്ന് ഇന്ത്യയിലെ BJP ഭരണം, മോദി ഭരണം നമുക്ക് കാണിച്ചു തരുന്നത്. ആക്രമണത്തിന് ശേഷം അഭിജിത്ത് ദിപ്കെ തന്റെ ഔദ്യോഗിക X ഹാൻഡിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കായികമായ ആക്രമണങ്ങൾ ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ലക്ഷണങ്ങളാണ്. ഞങ്ങൾ സമാധാനപരമായി ഞങ്ങളുടെ ശബ്ദം ഉയർത്തുന്നത് തുടരും. ഞാൻ ഗാന്ധിയുടെയും അംബേദ്കറുടെയും അനുയായിയാണ്. സമാധാനത്തിലും സ്നേഹത്തിലും ഊന്നി ഞാൻ ഈ പോരാട്ടം തുടരും. പ്രത്യേക കുറിപ്പ്: ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ ലജ്ജാകരമായ ആക്രമണത്തോട് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. ഭയന്ന് വിറച്ച അഴിമതിക്കാരനായ ഒരു രാജാവിന്റെ ഗുണ്ടാപ്പടയ്ക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. നീറ്റ് പോലെയുള്ള പരീക്ഷാ പേപ്പർ ചോർച്ചകൾ നടത്തി കോടിക്കണക്കിന് യുവാക്കളുടെ ഭാവി നശിപ്പിച്ചവർ തന്നെയാണ് ഇവർ. ഇപ്പോൾ രാജ്യത്തെ യുവാക്കൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇത് അങ്ങേയറ്റം ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണ്. മനീഷ് സിസോദിയ പറഞ്ഞത് 100% ശരിയാണ്. ചോദ്യങ്ങളെ നേരിടാൻ ഭയമുള്ള ഒരു ഭരണാധികാരിയുടെ ഗുണ്ടകളാണ് ജയ്പൂരിൽ അഴിഞ്ഞാടിയത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സംസാരിക്കുന്ന യുവാക്കളുടെ വായടപ്പിക്കാൻ കായിക ബലം ഉപയോഗിക്കുന്നത് ഭീരുത്വമാണ്. എന്നാൽ തല്ലി തോൽപ്പിക്കാൻ നോക്കിയ സംഘി ഗുണ്ടകൾക്ക് മുന്നിൽ ഗാന്ധിയൻ ആദർശത്തിന്റെ കരുത്ത് കാണിച്ചു കൊടുത്ത
അഭിജിത്ത് ദിപ്കയെ പോലെയുള്ള പോരാളികളിലാണ് ഈ രാജ്യത്തിന്റെ പ്രത്യാശ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.